ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ട്രേഡ് പ്ലാൻസുകളും അതുപോലെ തന്നെ നമുക്കിവിടെ ഞാൻ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ട്രേഡ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്രേഡ്സ് എടുക്കാനുള്ള റീസൺസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം. ഞാൻ കൂടുതലും ബാങ്ക് നിഫ്റ്റി വീക്കിലി ഒരു ഓപ്ഷൻസ് അല്ലെങ്കിൽ പൊസിഷൻസ് ആണ് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഞാൻ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ലെവൽസുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 അവറിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽസുകൾ ഏകദേശം ഇവിടെ ഈ ഒരു ഏരിയ 47,000 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ, ഏകദേശം 47,000 എന്ന് പറയുന്ന ഈ റേഞ്ചാണ് ഞാൻ ഒരു ഡിമാൻഡ് സോണായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്പ് സൈഡിലേക്കാണെങ്കിൽ കോൾഡ് സൈഡിലേക്കാണെങ്കിൽ ഈ 49,000 എന്ന് പറയുന്ന ഈ ഒരു ഏരിയയാണ് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് എക്സ്പയർ ആവുമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ട്രേഡ്സുകൾ ഓൾറെഡി എക്സിക്യൂട്ട്, അതായത് ഞാൻ ഈ ഒരു വീക്കിലേക്ക് ട്രേഡ് എടുത്തിട്ടുള്ളത് ഒരു സ്ട്രാങ്കിൾ എന്ന രീതിയിലാണ് ഞാൻ പൊസിഷൻസ് എടുത്തിട്ടുള്ളത്. അതായത് സ്ട്രാങ്കിൾ എന്ന് പറയുമ്പോൾ എൻ്റെ എക്സ്പെക്ട് റേഞ്ചിൻ്റെ കുറച്ച് ഏകദേശം ഇതിൻ്റെ പുറത്തേക്കായിട്ട് കുറച്ച് പുട്ട് ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റേഞ്ചിൻ്റെ ഏകദേശം നിയറിലേക്കായിട്ട് ഞാൻ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഔട്ട് ഓഫ് ദി മണി കോൾ ഓപ്ഷനും സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ പൊസിഷനിലേക്ക് പോയി നമുക്കിവിടെ കാണാൻ പറ്റും ഓൾമോസ്റ്റ് 49,000 ഈ റേഞ്ചിൽ കുറച്ച് കോൾ ഓപ്ഷൻ സെല് ചെയ്തിട്ടായി കാണാൻ പറ്റും. അതുപോലെ തന്നെ 47 ബിലോ ആയിട്ട് ഏകദേശം കുറച്ച് പുട്ട് ഓപ്ഷൻസുകളും നമുക്ക് സെല് ചെയ്തിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ എടുത്ത പൊസിഷനാണ്. ഓൾറെഡി ഈ ഒരു ട്രേഡിൽ മാർക്കറ്റ് ഇന്ന് ഓൾറെഡി ഇപ്പോൾ ഇന്നത്തെ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു റേഞ്ച് ഏകദേശം മാർക്കറ്റ് 48,000 നിയർലി ഓപ്പൺ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഫളേഷൻ 47,400 എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെ ഫാൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇന്നലെ എടുത്ത പൊസിഷൻ ആയതുകൊണ്ട് ഞാൻ കോൾ സൈഡിലേക്ക് എടുത്ത 2 പൊസിഷൻസ് ഞാൻ ഓൾറെഡി ഏകദേശം 56,000 രൂപ പ്രോഫിറ്റിൽ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള കുറച്ച് കോൾ പൊസിഷൻസും അതുപോലെ തന്നെ പുട്ട് പൊസിഷൻസും ഇവിടെ സ്റ്റിൽ ഹോൾഡിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ നാളെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ എൻ്റെ എക്സ്പെക്റ്റഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആണെങ്കിൽ ഞാനത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഇവൻ പോയിന്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെൻസിബിൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സെൻസിബിളിൻ്റെ പേ ഓഫ് ഗ്രാഫ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എനിക്ക് വരുന്ന ബ്രേക്ക് ഇവൻ പോയിന്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏകദേശം 41.86, ഏകദേശം 49.86 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് 49.86 എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഏകദേശം കറണ്ട് മാർക്കറ്റ് 48-ലാണുള്ളത്. ഒരു 1000 പോയിന്റ് ഔട്ടിലാണ് കോൾ സൈഡിലേക്കുള്ള ബ്രേക്ക് ഇവൻ പോയിന്റ്. അതുപോലെ തന്നെ പുട്ട് സൈഡിലേക്കുള്ള ബ്രേക്ക് ഇവൻ പോയിന്റ് വരികയാണെങ്കിൽ ഏകദേശം 46,441, ഏകദേശം ഒരു 1,500 പോയിന്റ് ഡൗണിലേക്കും എനിക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ്. അപ്പോൾ ഇത് കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഇനിയിപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ഒരു വലിയ അപ്പ് സൈഡിലേക്ക് മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ അതനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റും പ്ലാനുകളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ കറൻ്റ്ലി ഇതിൽ മാക്സിമം പ്രോഫിറ്റ് കാണിക്കുന്നത് ഏകദേശം 3 lakh സംതിങ് ആണ്. കറൻ്റ്ലി ഈ ഒരു എക്സ്പയറി വരെ ഈ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന മാക്സിമം പ്രോഫിറ്റ്. പക്ഷേ നിലവിൽ ഓൾറെഡി അത് ഈ ഒരു പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു 1.5 ലക്ഷം ഏകദേശം അതിൻ്റെ ഒരു ഹാഫ് എമൗണ്ട് 50% പ്രോഫിറ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നാളത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ ഇത് പ്രോഫിറ്റബിൾ അത്യാവശ്യം പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യും. പിന്നെ എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് സ്റ്റിൽ ആ ഒരു 1000 പോയിന്റ് റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ 1-2 ദിവസവും കൂടെ വെയിറ്റ് ചെയ്ത് എക്സ്പയറി വരെ എന്തായാലും വെയിറ്റ് ചെയ്ത് തിങ്കൾ ചൊവ്വ അല്ലെങ്കിൽ അതിന് മുന്നൊക്കെ ആയിട്ട് എന്താവും അത്യാവശ്യം പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻസ് ക്ലോസ് ചെയ്യാറാണ് നോർമലി ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഒരു വീക്കിലേക്കുള്ള റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാറാണ്. ഞാൻ പേഴ്സണലി ചെയ്യുന്നത് ഒരു എക്സ്പെക്റ്റഡ് റേഞ്ച് നോക്കി വെക്കും. ഇന്ന റേഞ്ചിലായിരിക്കും എന്നുള്ള എക്സ്പെക്റ്റേഷൻ ആ റേഞ്ച് നോക്കി വെക്കും. അപ്പോൾ ആ ഒരു റേഞ്ചിൻ്റെ ബേസിസിലാണ് ഞാൻ കൂടുതലും ചിലപ്പോൾ കോൾ സ്പ്രെഡ് എടുക്കാറുണ്ട്, പുട്ട് സ്പ്രെഡ് എടുക്കാറുണ്ട്, ചിലപ്പോൾ അയൺ കൂട്ടറായിട്ട് എടുക്കാറുണ്ട്, ഡിപ്പെൻസ് ആണ്. ചിലപ്പോൾ സ്ട്രാഡിൽ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അയൺ സ്ട്രാങ്കിളും എടുക്കാറുണ്ട്, ഡിപ്പെൻസ് ആണ്. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള നേക്കഡ് ആയിട്ടുള്ളൊരു സ്ട്രാങ്കിൾ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി മാർക്കറ്റിംഗ് കേസ് ഈ ഒരു റേഞ്ചിൻ്റെ പുറത്തേക്ക് ഈ റേഞ്ചിൻ്റെ ബ്രേക്ക് ഇവൻ പോയിന്റ് അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ട്രേഡുകൾ എടുത്ത് ഞാൻ മാക്സിമം അത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാറുള്ളത് നോർമലി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീക്കിലെ ട്രേഡിംഗ് പ്ലാൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് പൊസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീക്കിൽ ഹോൾഡ് ചെയ്ത പൊസിഷൻസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എത്രയെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കൺസോൾ പോയതിനു ശേഷം ലാസ്റ്റ് വീക്കിലെ റിപ്പോർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, P&L ഡേറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് തേഴ്സ്ഡേ 9 to 16 വരെയുള്ള ഡേറ്റിലുള്ള പ്രോഫിറ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 9 to 15 വരെയുള്ള, അപ്പോൾ ഇന്നലത്തെ പ്രോഫിറ്റ് വരെ. പക്ഷേ ഇന്നലത്തെ വരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 2.6 2,60,60,000 രൂപയാണ് കഴിഞ്ഞൊരു വീക്കിന് ശേഷം. അതിനൊരു 2,000 രൂപ കമ്മീഷൻ പോയിട്ട് 2,58,000 രൂപയാണ്
ലാസ്റ്റ് വീക്കിൽ എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് വീക്കിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന സ്ട്രാങ്കിൾ ആയിരുന്നു. ലാസ്റ്റ് വീക്കിൽ ഞാൻ അയോൺ കോണ്ടർ ആണ്. ലാസ്റ്റ് വീക്കിൽ ഏകദേശം ഈ ഒരു റേഞ്ച് തന്നെയായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അയോൺ കോണ്ടർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഏകദേശം ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഉള്ള സമയത്താണ് ഞാൻ എന്ത് ചെയ്തത് ട്രേഡ് എടുത്തിട്ടുള്ളത്. അന്നും ഈ പറഞ്ഞ പോലെ ഈ ഒരു 46,800 4700 ആയിരുന്നു എൻ്റെ ഒരു ഹയർ പോയിന്റും ഈ ഒരു 49,500 ഈ റേഞ്ചായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എക്സ്പയറി. പക്ഷേ മാർക്കറ്റ് ഏകദേശം എൻ്റെ ബ്രേക്ക് ഈവൻ പോയിന്റ് വരെ വന്ന് മാർക്കറ്റ് എന്ത് ചെയ്ത് തിരിച്ച് മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് എന്ത് ചെയ്തത് എക്സ്പയറി ആയത്. അതുകൊണ്ട് തന്നെ എൻ്റെ ആ റേഞ്ചിനുള്ളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് മാക്സിമം പ്രോഫിറ്റ് ലാസ്റ്റ് വീക്കിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഇവിടെ നമുക്ക് 2.2 ലക്ഷത്തോളമാണ് ലാസ്റ്റ് വീക്കിൽ ഞാൻ എടുത്തിട്ടുള്ള പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ കറൻ്റ് ഉള്ള പൊസിഷൻസ് ഏകദേശം ഒരു 1.5 ആണ്. അപ്പോൾ നമുക്കിത് നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഈ ഒരു വീഡിയോയുടെ ഈ ഒരു ഹോൾഡിംഗ് പൊസിഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു.